അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, പുണ്യ റമദാനിൽ നമ്മുടെ നാടുകളിലൊക്കെ മസ്ജിദുകൾ ഏറെ സജീവമായിരുന്നു. എന്നാൽ റമദാൻ അവസാനിച്ചതോടുകൂടി, ശവ്വാലിൻ്റെ പൊന്നമ്പിളി മാനത്ത് തെളിഞ്ഞതോടുകൂടി പള്ളികളിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് കാണാം. ഇങ്ങനെ റമദാനോട് വിട പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളോടും വിട പറയുന്നവരായി നമ്മൾ ഒരിക്കലും മാറരുത്. കാരണം നാളന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണലിലേക്ക് ചേർത്ത് നിർത്തുന്നവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ് എന്നാണ്. തങ്ങളുടെ ഹൃദയത്തെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളോട് ചേർത്തവർ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളോട് തങ്ങളുടെ ഹൃദയത്തെ ചേർത്തവർക്ക്, അഥവാ കൃത്യമായി 5 നേരം ആ മസ്ജിദിൽ നമസ്കരിക്കാനായി വന്ന്, അതുപോലെ മസ്ജിദിൻ്റെ പരിപാലനത്തിലൊക്കെ സജീവമായി ഇടപെട്ട് അതിനെ സഹായിച്ച്, അതുപോലെ മസ്ജിദിൽ നടക്കുന്ന ക്ലാസ്സുകളിലൊക്കെ സജീവമായി പങ്കുകൊണ്ട്, അങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർക്ക് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തിന് വെള്ളം പോലെ അവരുടെ ജീവവായുവാണ് മസ്ജിദ്. അവർക്ക് അവരുടെ വീടിനേക്കാളും പ്രിയപ്പെട്ടതാണ് മസ്ജിദ്. അത്തരത്തിലുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് അർഷിൻ്റെ തണലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇപ്പോൾ പരസ്പരം കാണുമ്പോൾ പറയുന്ന വാക്കാണ്, എന്തൊരു ചൂടാണില്ലേ, 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് നമുക്ക് താങ്ങാനാവുന്നില്ല. അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ആ ചൂടിൽ നിന്ന് ഒരു AC-യുടെ തണുപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ ചുവട്ടിലേക്ക് മാറി നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എത്ര വലുതാണ്. എന്നാൽ നാളെ പരലോകത്ത് ഇതിനേക്കാളും കടുത്ത ചൂട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. നാളെ പരലോകത്ത് കത്തിജ്വലിക്കുന്ന സൂര്യന് ചുവട്ടിൽ നഗ്നപാതരായി ആ പൊള്ളുന്ന ഭൂമിക്ക് മേലെ മനുഷ്യരിങ്ങനെ വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണലിലേക്ക് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആശ്വാസം എത്ര വലുതാണ്. ആ ഒരു ആശ്വാസം നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ, ആ തണലിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, റമദാന് ശേഷവും അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായുള്ള ബന്ധം തുടരുക. മരണം വരെ അത് നിലനിൽക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.